ഹായ് എവറി വൺ. അപ്പം ഇന്ന് ഞാനൊരു പോട്ട്ലക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്താ ഈ പോട്ട്ലക്ക് എന്നുള്ളത്? ഞാനിവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയ ഈ പോട്ട്ലക്ക് എന്താ സംഭവം എന്നും. അതായത് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. ഇതാണെന്ന് പോലും പോട്ട്ലക്ക്. ഓക്കെ, അപ്പം ഞാനിത് കുറേ നാളായി അറിഞ്ഞിട്ട്. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. നമ്മളൊരു 4 ഫാമിലി ചേർന്നിട്ട് ഒരു പോട്ട്ലക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാവരും ഇട്ടപ്പം അങ്ങനെ ഓരോരുത്തർ ഡിഷൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാനും പ്ലാൻ ചെയ്തു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നമ്മുടെ കേരളയുടെ സ്വന്തം ഡിഷായ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. അപ്പവും ചിക്കൻ സ്റ്റൂ മതി. ആദ്യം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല, അവർക്ക് എല്ലാവർക്കും ചിക്കൻ സ്റ്റൂ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വെജിറ്റേറിയൻസിന് വെജ് സ്റ്റൂ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഒരു വീട്ടിൽ വെച്ചാണ് നമ്മളിതെല്ലാവരും കൂടെ കൂടിയത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോവുക. അത് കണ്ട കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ഓരോ വീട്ടിലും ഉണ്ടാക്കി തീർന്ന ഐറ്റംസ് എല്ലാം നല്ലതായിട്ട് പാക്ക് ചെയ്ത് എല്ലാവരും കൊണ്ടുവരുവാണേ. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ ഒരു സൈഡിൽ വെക്കാൻ പറഞ്ഞു. അപ്പം ആദവിൻ്റെ ഹാപ്പിനെസ് കണ്ടോ. സിന്യ എന്നാണ് ഈ കുട്ടിയുടെ പേര്. സിന്യ കണ്ടപ്പോഴത്തേക്ക് ആദവ് അങ്ങ് ഹാപ്പിയായി. അപ്പം സിന്യ പറയായിരുന്നു, ഇത് കണ്ടോ എൻ്റെ കയ്യിൽ ഇതുണ്ട്. അങ്ങനെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്നും ഉണ്ട്. ഇത് സിനിയുടെ അച്ഛനാണ് ഗോകുൽ. അപ്പം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഐറ്റംസ്. അപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുകയാണ്. സിനിയുടെ അനിയനാണ് ഈ കുട്ടി, അപ്പം ഫാബി. അങ്ങനെ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പോൾ ഇല്ല, കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഇത് കണ്ടോ നമ്മൾ കൊണ്ടുവന്ന ഓരോരോ ഐറ്റംസ്. ഇപ്പോൾ ആദ്യം കറി കൊണ്ടുവന്നു, പിന്നെ ആദ്യം രണ്ടാമത് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ 3 ഐറ്റംസാണ് ചെയ്തത്. അവിടുത്തെ ഇത് കണ്ട ആദവ് കണ്ട നല്ല കംഫർട്ടബിളായിട്ട് അവിടെ പോയിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരുടെ പഴയ പതുക്കെ ഓരോരോ നോട്ടിനെസ്സൊക്കെ തുടങ്ങി. അടുത്ത ഫാമിലി എത്തി. ഇവർ ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വേറെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങി മാറി. അപ്പോൾ അവരത് കാരണം അവരുടെയും വകയായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഐറ്റംസ് എല്ലാം എത്തി. അപ്പോൾ ഈ വീട്ടിലുള്ളവരുടെ കുറച്ച് പണി പെയിൻറ്റിങ് ആയിരുന്നേ. അപ്പോൾ ദീപ എന്നാണ് ഈ വീട്ടിലുള്ള ആളുടെ പേര്. അപ്പം ദീപയുടെ പണി കുറച്ച് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഇവരാണ് കുറേ ഐറ്റംസ് ചെയ്തു കേട്ടോ. അവർ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയതാണ്. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് റെഡിയായി. അപ്പം ശരി, അത് സെർവ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം ഗ്ലാസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കേട്ടോ. ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനും ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതിനും എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ ഇവരാണ്. ഇവർ നല്ല ചിൽ കപ്പിളാണ്, നല്ല കോപ്പറേറ്റീവ്. ഇവരാണ് അതിന് വേണ്ടി എല്ലാം എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ഇവരാണ്. അപ്പോൾ അടുത്ത ഫാമിലി വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഏതാണ് ഇവിടുത്തെ ചോട്ടൂസ്, ഏറ്റവും ചെറിയ ആളാണ് ഇത്. ലക്ഷ്യ എന്ന പേര്. ഭയങ്കര കുരുത്തക്കേടുമാണ്, നല്ല രസമാണ്, വർത്താനവും ഡാൻസും, നന്നായി സംസാരിക്കും. ഇതാണ് ജോഷിത കേട്ടോ, ഈ വീട്ടിലെ കുട്ടി. അപ്പം അങ്ങനെ ജോഷിത, അശ്വിത, ഇവർ 3 പേരും നല്ല ഫ്രണ്ട്സാണ് ആദ്യയുടെ. അപ്പോൾ ഇത് കണ്ട ഓരോരുത്തരായിട്ട് ഡ്രിങ്ക്സ് അപ്പം കൊടുക്കുവാണ്. വന്നതല്ലേ, അപ്പോൾ എല്ലാവരും വന്നു, സെറ്റ് ചെയ്തു. ഇനി ബിരിയാണി പോട്ടും കൂടി എത്താൻ മതി, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കുവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ കഥകളൊക്കെ പറയായിരുന്നു. അങ്ങനെ ആദ്യം കണ്ടോ ജ്യൂസ് കുടിച്ചിട്ട് അവിടെ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം അങ്ങ് എക്സൈറ്റഡ് ആയി. അങ്ങനെ ഇവരെല്ലാവരും കൂടി നിന്ന് കഥകളൊക്കെ പറയും. ഇതാട്ടോ ദീപ. അപ്പോൾ ദീപ നോക്കുക, ഓരോരുത്തരൊക്കെ ആയിട്ട് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ കഥകളും ജോക്സും ഒക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു വെയിറ്റാണിത്. ഇതാണ് ലക്ഷ്യൻ്റെ അമ്മ. അപ്പോൾ അവരുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും വന്നു. ബിരിയാണി ചെമ്പിരിക്കുന്നതുണ്ടോ, ആ ഐറ്റംസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടി മേടിച്ചിട്ട് താഴെ ഇരുന്നിട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സാധനവും എടുക്കാമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചുറ്റും ഇരുന്നിട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പം എല്ലാം റെഡിയാക്കി. വാട്ടർ ബോട്ടിൽ വെള്ളവും നിറച്ച് വെച്ചു. ചിക്കൻ ബിരിയാണി. Chicken sukha. Noodles. Fish fingers. Hara bara kebab. Okay. Chicken stew. That is mutton chukka, fish curry, white rice. ये रसम पूरा
ഇതെല്ലാം ആർക്ക് അപ്പോൾ ഇനി രസം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ രസം നമ്മൾ രസം കൂടെ കൊണ്ടുവയ്ക്കാൻ മറന്നു വരുന്നു കേട്ടോ. അങ്ങനെ രസവും കൂടെ കൊണ്ടുവച്ചു. അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ അത് കേട്ടോ ഗോങ്കുര പിക്കിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാത്രമുള്ള പിക്കിളെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മളിതെല്ലാവരും ഇരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വിളവി കുറച്ച് പേരിങ്ങനെ ഇവിടുത്തെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ ഇരുന്നു. പിന്നെ എല്ലാവർക്കും കൂടി താഴെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് അവിടെ ഇരുന്നു. അങ്ങനെ ചെയറിട്ട് ഡൈനിങ് ടേബിളിൽ വരുന്നു. കുട്ടികളെല്ലാം ഇങ്ങനെ ഇരുന്ന് അവർക്കെല്ലാം വാരിയും കൊടുത്ത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ ചിക്കൻ സ്റ്റൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എല്ലാ കറികളും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ്. എനിക്കാണെങ്കിൽ ഈ രസം ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ തമിഴ് സ്റ്റൈൽ ഞാൻ എത്ര വെച്ചാലും അവരുടെ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ രസത്തിന്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കളിയാക്കുവാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര ലവിങ് കപ്പിൾസാന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇവരൊരു ദിവസം രാത്രിയിൽ വാലൻറ്റൈൻസ് ഡേ അന്ന് വൈകിട്ട് ഇവർ പുറത്ത് പോയി എന്തോ ഹോസ്പിറ്റൽ കേസുമായിട്ട് പോയതാണ്. അപ്പോൾ അടുത്ത ഫാമിലിയിൽ താമസിക്കുന്നതാണ് ദീപക് ആൻഡ് ഫാമിലി. അവർ പറയും കണ്ടോ ഇവരിപ്പോഴും ഈ പ്രായത്തിലും കണ്ടോ വൈകിട്ട് ചില്ലടിക്കാൻ പോകുന്നുണ്ടത് വൈകിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ പറയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാ വേറെ എവിടെയല്ലാന്ന്. ഈ പായസം കണ്ടോ ഈ ഡെസേർട്ട് ഐറ്റമിലാണ്. ഇത് നോ ഷുഗർ നോ മിൽക്ക് ആൽമണ്ട് മിൽക്കിലുണ്ടാക്കിയതായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഐറ്റമാണ് നമ്മുടെ ഡെസേർട്ട് ഐറ്റംസിൽ വരുന്ന വെരി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഗുലാബ് ജാമുൻ. ഇതും ഹോം മെയ്ഡാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാം കഴിഞ്ഞു. ഇതാ എല്ലാവരും ഇറങ്ങുവാണ്. ബൈ ഒക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എന്നേ ഉള്ളൂ. വർത്താനമൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷൻസും എല്ലാവരും എടുത്തു. അങ്ങനെ എല്ലാവരും ബൈ പറഞ്ഞു. ഇത് കണ്ട ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും കൂടി നിന്നിട്ട്. നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാം. കുറച്ച് നാളായി വീഡിയോകളൊക്കെ കണ്ടിട്ട്. അപ്പം ടിൽ ബൈ. നെക്സ്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോസ് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ്സ് ഇടണം. താങ്ക് യു.